ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയിൽ EV വാഹനങ്ങളുടെ ഉൽപ്പാദനം നിലയ്ക്കുമെന്ന മുന്നറിയിപ്പുമായി പ്രമുഖ വാഹന നിർമ്മാതാക്കൾ. കാരണം അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണം. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വ്യവസായം പ്രതിസന്ധിയിലേക്ക്. കാർ നിർമ്മാണത്തിലെ പ്രധാന ഘടകമായ അപൂർവ ധാതുക്കളുടെ കുറവാണ് ഇതിന് കാരണമാകുന്നത്. ഈ ധാതുക്കൾ എത്തുന്നത് ചൈനയിൽ നിന്നാണ്. ഇവയുടെ കയറ്റുമതിയിൽ ബെയ്ജിംഗ് ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് തിരിച്ചടിയാകുകയാണ്. അടുത്ത മാസം ആദ്യം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉൽപ്പാദനം നിലച്ചേക്കുമെന്ന് വാഹന കമ്പനികൾ മുന്നറിയിപ്പ് നൽകുന്നു. നിലവിലെ സ്ഥിതി അത്രയും ഗുരുതരമാണെന്ന് ബജാജ് മോട്ടോഴ്സ്, TVS തുടങ്ങിയ കമ്പനികൾ വ്യക്തമാക്കി. ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ കനത്ത തീരുവയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ബെയ്ജിംഗ് ഈ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത്. ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തനത്തിന് നിർണായകമായ ധാതുക്കൾ ഏപ്രിൽ 4 മുതൽ ചൈനീസ് തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുകയാണ്. ഇന്ത്യൻ ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കൾക്ക്, പ്രത്യേകിച്ച് ചെലവ് കുറഞ്ഞ ഇരുചക്ര വാഹന വിഭാഗത്തിൽ ചൈനയുടെ നടപടി വെല്ലുവിളി ഉയർത്തുന്നു. ഈ ധാതുക്കളുടെ വിതരണം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഓട്ടോമോട്ടീവ് വ്യവസായത്തിലെ ഒരു സംഘം ഉടൻ തന്നെ ചൈന സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൊബൈൽ ഫോൺ ഉടമകളായ സ്ത്രീകളുടെ എണ്ണത്തിൽ കേരളം 4ാമത്, ഗോവ 1ാം സ്ഥാനത്ത്. രാജ്യത്തെ മൊബൈൽ ഉടമകളായ സ്ത്രീകളുടെ എണ്ണത്തിൽ കേരളം കുതിക്കുന്നു. സംസ്ഥാനത്ത് 85% സ്ത്രീകൾക്കും മൊബൈൽ ഫോൺ സ്വന്തമായുള്ളതായാണ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശതമാന കണക്കനുസരിച്ച് 4ാം സ്ഥാനത്താണ് കേരളം. ഗോവയും ലഡാക്കുമാണ് ഇക്കാര്യത്തിൽ മുന്നിൽ. അവിടെ 92% വീതം സ്ത്രീകൾക്കും മൊബൈൽ ഫോണുകളുണ്ട്. മിസോറാമാണ് കേരളത്തിൽ തൊട്ടുമുന്നിൽ, 85.5%. 39%വുമായി ഛത്തീസ്ഗഡാണ് ഏറ്റവും പിന്നിൽ. രാജ്യത്ത് മൊബൈൽ ഫോൺ സ്വന്തമായുള്ള സ്ത്രീകൾ 78.4% സ്മാർട്ട് ഫോണുകളാണ് ഉപയോഗിക്കുന്നത്. സ്മാർട്ട് ഫോൺ സ്വന്തമായുള്ള സ്ത്രീകൾ ഡൽഹിയിലാണ് കൂടുതലുള്ളത്, 91.1%. ഗോവ, മിസോറാം, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപുറകിൽ. പുതുച്ചേരിയിലാണ് ഏറ്റവും കുറവ്, 62.8%. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്കിന് എതിരാളിയെത്തി. മനുഷ്യമസ്തിഷ്കത്തിൽ ഉപകരണം സ്ഥാപിച്ച് പാരാഡ്രോമിക്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി. ടെക്സസിലെ ഓസ്റ്റിനിൽ പ്രവർത്തിക്കുന്ന ന്യൂറോടെക് സ്റ്റാർട്ടപ്പായ പാരാഡ്രോമിക്സ് മനുഷ്യ മസ്തിഷ്കത്തിൽ കമ്പ്യൂട്ടർ ഉപകരണം വിജയകരമായി സ്ഥാപിച്ചു. 3 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ഈ ഉപകരണം ആദ്യമായി മനുഷ്യനിൽ പരീക്ഷിച്ചത്. ശതകോടീശ്വരനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ന്യൂറാലിങ്കിന്റെ എതിരാളിയാണ് പാരാഡ്രോമിക്സ്. ന്യൂറാലിങ്ക് ഇതിനകം അവരുടെ BCI ഉപകരണം 1ലധികം രോഗികളിൽ സ്ഥാപിച്ച് കമ്പ്യൂട്ടർ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതടക്കമുള്ള പരീക്ഷണങ്ങൾ നടത്തിവരികയാണ്. എന്നാൽ പാരാഡ്രോമിക്സിന്റെ കണക്സസ് എന്ന ഉപകരണം മനുഷ്യ മസ്തിഷ്കത്തിൽ സ്ഥാപിച്ചെങ്കിലും 10 മിനിറ്റിന് ശേഷം അത് നീക്കം ചെയ്യുകയായിരുന്നു. മിഷിഗൺ സർവകലാശാലയിലെ ഡോക്ടർ മാത്യു വിൽസിയുടെയും ഡോക്ടർ ഒറൈൻ സാഗറിന്റെയും നേതൃത്വത്തിലാണ് കണക്സസ് വികസിപ്പിച്ചത്. കഴിഞ്ഞ മെയ് 14-നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. 2015-ൽ മാറ്റ് ആംഗിൾ സ്ഥാപിച്ചതാണ് പാരാഡ്രോമിക്സ്. നട്ടെല്ലിനെ ക്ഷതമേറ്റവർ, സ്ട്രോക്ക് ബാധിച്ചവർ, മറ്റ് രോഗങ്ങളാൽ ശരീരം തളർന്നവർ എന്നിവർക്ക് ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഉപകരണം നിർമ്മിക്കുകയാണ് പാരാഡ്രോമിക്സിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ഇന്ത്യക്കാരുടെ മനം കവർന്ന് ഏഥറിന്റെ റിസ്ത ഇലക്ട്രിക് സ്കൂട്ടർ. 1 ലക്ഷം റിസ്ത ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിൽപ്പനയുള്ള EV ബ്രാൻഡായി ഏഥർ റിസ്ത. ഏഥറിൽ നിന്നും ഫാമിലി സ്കൂട്ടർ വിഭാഗത്തിലേക്കുള്ള മോഡലായാണ് റിസ്തയെ കഴിഞ്ഞ ഏപ്രിലിൽ അവതരിപ്പിച്ചത്. അതിവേഗമാണ് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ മനം കവർന്നത്. ഇപ്പോഴിതാ 1 ലക്ഷം റിസ്തകളാണ് ഇന്ത്യയിൽ ഏഥർ എനർജി വിറ്റിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ വിറ്റത് 99,691 യൂണിറ്റുകൾ. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏഥർ എനർജി ആകെ വിറ്റ ഈ സ്കൂട്ടറുകളിൽ 58% റിസ്തയായിരുന്നു. തെക്കേ ഇന്ത്യയിൽ മികച്ച സ്വാധീനമുള്ള കമ്പനിയാണ് ഏഥർ. പ്രത്യേകിച്ച് കർണാടക, തമിഴ്നാട്, കേരളം, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പ്രായോഗിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയും യാത്രാസുഖവുമെല്ലാം ചേർന്നപ്പോഴാണ് ഫാമിലി സ്കൂട്ടറായി റിസ്തയെ ഇന്ത്യൻ ഉപഭോക്താക്കൾ സ്വീകരിച്ചത്. ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഏഥർ.
ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മാർച്ച് വരെ ആകെ 3611 ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യങ്ങൾ സ്ഥാപിക്കാൻ കമ്പനിക്ക് സാധിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര ചൊവ്വാഴ്ചയിലേക്ക് മാറ്റി. ഞായറാഴ്ച നടക്കുമെന്നറിയിച്ചിരുന്ന ആക്സിയം 4 ദൗത്യ വിക്ഷേപണമാണ് മാറ്റിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ല ഭാഗമായ ആക്സിയം 4 ദൗത്യത്തിന്റെ വിക്ഷേപണം ചൊവ്വാഴ്ച വൈകിട്ട് 5:52 ഫ്ലോറിഡയിൽ നടക്കും. യാത്രയ്ക്ക് മുന്നോടിയായുള്ള ക്വാറന്റൈനിലാണ് ശുഭാംശു ഉൾപ്പെടെ 4 അംഗ സംഘം ഇപ്പോൾ. 41 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് മറ്റൊരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക് യാത്ര തിരിക്കുന്നത്. ഇതോടെ രാകേഷ് ശർമ്മയുടെ പിൻഗാമിയായി മാറുകയാണ് UP സ്വദേശി ശുഭാംശു ശുക്ല. ISRO, നാസ, ആക്സിയം സ്പേസ്, സ്പേസ് എക്സ് എന്നിവയുടെ സഹകരണത്തിലാണ് യാത്ര. റോക്കറ്റും യാത്രാ പേടകവും സ്പേസ് എക്സിന്റേതാണ്. നാസയുടെ സഹായത്തോടെ ആക്സിയം സ്പേസ് ആണ് ദൗത്യ നിർവഹണം. സ്വകാര്യ ബഹിരാകാശ സഞ്ചാരികളെ കൊണ്ടുപോകുന്ന നാസയുടെ പദ്ധതിയാണ് ISRO പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ദൗത്യം ആക്സിയം 1 നടന്നത് 2002-ലായിരുന്നു. 4ാം ദൗത്യം ആക്സിയം 4-ന് ശേഷം 2 ദൗത്യങ്ങൾ കൂടി നടക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.